1086 മകരം കുംഭം പിന്നെ ഓർമ്മകള് 7 കൊല്ലത്തൊക്കെ 7 വർഷത്തിൽ 1086 മകരം കുംഭം പിന്നെ വിദ്യാഭ്യാസം ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 8 മാത്രമേ ഈ 5 വിദ്യാഭ്യാസം. അതൊരു കരവികാരത്തേരാ ഇരുപുറത്തെ അത് സംസ്കൃതവും ദേശീയൊക്കെ ആരാ പഠിപ്പിച്ചത്? ശങ്കരവാദ ഇവിടുത്തെ അത് ഇരുപത്തി ശങ്കരവാദാണ്. അത്തരക്കാരനാണെന്ന് 7 വർഷമാണെന്നുണ്ട്. 7 വയസ്സിന് മുമ്പ് എല്ലാം ഈ വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അഭിനയിച്ചു 7 വയസ്സിന് അഭിനയിച്ചു. എങ്ങനെയും കഴിഞ്ഞാൽ പിന്നെ 7 വയസ്സിനെ പഠിപ്പിക്കണം. അത് ഈ ജ്യോതിഷത്തിനൊക്കെ പറ്റിയത് ജ്യോതിഷത്തെ പ്രതിനിധികള് ഇതൊക്കെ പഠിപ്പിക്കുന്നൊക്കെ അത്രയ്ക്കൊക്കെ ഉള്ളൂ. തന്നെ ഉപയോഗിക്കാൻ പിന്നെ വേണം അങ്ങനെയാണ്. ശരി. ഈ ആരാണോ ഉപയോഗിച്ചത്? സാധാരണ അച്ഛനാണ് പറഞ്ഞത്. അപ്പൊ അപ്പൻ പറഞ്ഞു എന്റെ കർമ്മം ചെയ്യാൻ ആവില്ല അപ്പന്റെ. അതുകൊണ്ട് എനിക്കൊരാളെ എനിക്ക് കർമ്മം ചെയ്യണം നിർബന്ധമാണ്. ബന്ധം വെക്കേണ്ട അവസ്ഥ എങ്കിലോ അത് വേറെ വിജയത്തിൽ അപ്പൊ അതിന് കർമ്മം ചെയ്യാൻ ഇരിക്കലാണെങ്കിലോ എന്ന് പറഞ്ഞു അപ്പൻ. അപ്പൊ മുത്തച്ഛനുള്ള കാലത്താണ്. അപ്പൊ ഒരാൾ തിരിച്ചിന്റെ സമയം എനിക്ക് അത് നൽകുന്നത് മുത്തച്ഛനുണ്ട്. അങ്ങനെ അപ്പനാണ് എന്റെ അപ്പന്റെ മേഖലയാണ്. വിവാഹം 1 കൊല്ലത്തിലാണ്. 1904 മകരം 4-ാം തീയതി. എവിടെ കിട്ടാം? മംഗളത്തിൽ. അങ്ങനെ ഇതിലൊക്കെ പറയാൻ കൊണ്ടുപോയിന്നൊക്കെ പറഞ്ഞു ഒന്നുമില്ല ആൾക്കൊരു. അപ്പൊ വിവാഹത്തിന് എങ്ങനെയല്ല വിവാഹത്തിന് എങ്ങനെ പോയിട്ട് വിടുന്ന പോയി മാറ്റിക്കുക. അന്നും മറ്റേ ട്രെയിൻ സർട്ടിഫിക്കറ്റിലും അവിടുത്തെ കാറുകളുണ്ട്. സ്റ്റേഷനില്ല അങ്ങാടികളും അവിടെ കൂടെ നിങ്ങളെ മുത്തച്ഛനില്ല. പിന്നെ മുത്തച്ഛൻ മാത്രമില്ല. ബാക്കികളിലൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴയും മുതിരത്തിൻ്റെയും അതിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയുണ്ട് ചിലത്. അപ്പൊ ആർക്കും ഓർമ്മയില്ല. കുറെ അത് വരാറില്ല. മംഗള ചടങ്ങ് ചടങ്ങൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ചടങ്ങില്ല. വേണമെന്നൊക്കെ അവർ നിശ്ചയിച്ചു. കത്തി അതിഗംഭീരമായിട്ട് കാത്തു വെച്ചത്. അങ്ങനെ വൈദ്യുത ജ്യേഷ്ഠനൊക്കെ അതായത് വലിയ കത്തന്നെ അങ്ങനത്തെ രാമീയകാരൻ മറ്റൊരാളാണ്. അങ്ങനത്തെ പാറ്റേശ്ശേരി അത് അവിടുത്തെ ഈ കാരണന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ പാറ്റേശ്ശേരിക്ക് വലിയ മോഹമുള്ള ആളായിരുന്നു. അപ്പൊ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടുപേരുടെ പഠിക്കുന്നതിലേക്ക് പിന്നെ എങ്ങനെയുണ്ടെങ്കിൽ അതൊന്നും കുറച്ചാൽ വാങ്ങി മനസ്സിലാ എന്നിട്ട് മുതൽ മാറുണ്ടായില്ല. അന്ന് അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അതുണ്ടായില്ല. അത് ഉണ്ടായില്ല. ഒന്നുമില്ല. എന്റെ കാരണന്മാരറിയില്ല. അങ്ങനെ കയ്യെ കൃഷിയുടെ പ്രദേശം ഒന്നുണ്ടായിട്ടില്ല. ഒന്നുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എങ്ങനെ തിരിച്ചു വന്നത്? അപ്പോൾ വണ്ടി തന്നെ വണ്ടി വരുന്നത് വന്നിട്ട് അല്ല അന്ന് പോകുന്നില്ല. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. ശരി. പിന്നെ ഒരു മാസത്തിൽ അപ്പൊ ഇവിടെ
താമസിക്കാനായിട്ട് തലയാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്കൊരു മുഴുവൻ എന്തൊക്കെയുള്ള പ്രശ്നമൊക്കെ അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പിന്നെ അഞ്ചാറൊക്കെ വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി ഒരു 10-15 ദിവസം താമസിച്ചു, അല്ലെങ്കിൽ 10 ദിവസം താമസിച്ചാൽ പിന്നെ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഒരു 2 കൊല്ലം മുത്തച്ഛമ്മ അപ്പോഴേക്കും എന്തോരം പോയി വിളിക്കും. അങ്ങനെ കാണണമെങ്കിൽ കുട്ടിയെ കാണണമെങ്കിൽ കണ്ടില്ല. എന്താണ് പെട്ടെന്ന് കാണിച്ചില്ല. അത് വെറുതെ പിടിച്ച് എങ്ങനെ അറിയാമെന്ന് ഇവിടെ കൊണ്ടുവന്ന് എവിടെ കാണിക്കുക. ഇവര് അപ്പൊ അത് അന്തർജനങ്ങളുടെ കൂടെ താമസിക്കണ്ടേ. അന്ന് അത്രയും ആയിരിക്കില്ല. അത് കാരണം കൊണ്ടുവരാൻ പറ്റി. അല്ലാതെ വേറെ ഒന്നും ഇല്ല. കാരണം അവസാനം എനിക്ക് ആ ബംഗ്ലാവിൽ കുഞ്ഞിനൊക്കെ താമസിക്കുന്നത്. അതെ അതുകൊണ്ട് കാരണം ഈ അപ്പം മരിച്ചപ്പോൾ എനിക്ക് ആ തല എനിക്ക് കിട്ടി. ഞാനല്ലേ അവകാശി എഴുതി അവകാശി ഞാനേ ഇപ്പോഴത്തെ. അപ്പൊ ആ ഇത് കൊണ്ട് ആ സ്ഥലം അദ്ദേഹം അറിയാം. അദ്ദേഹം അവകാശം എനിക്ക് പ്രത്യേകം അത് മാത്രമല്ലേ പറമ്പും. അതിന് പിന്നെ അപ്പൊ എനിക്ക് തലയായിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ അതിന് അത് ഇതൊക്കെ വന്നു അത് കൊണ്ടുവരുന്നത് മറ്റേ അങ്ങനെ അവിടെ ചെറിയ കൂടെ അങ്ങനെ ചെയ്യും. അത്രയ്ക്കൊക്കെ ഒരുമിച്ച് അതാണ് 106 ആദ്യം മുത്തച്ഛമ്മ മരിച്ചു. മുത്തച്ഛമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് വിളിക്കുന്നു. കാര്യമായിട്ടുള്ള ആളാണ് ഈ മുത്തച്ഛമ്മ. കാര്യമായിട്ട് നോക്കുന്ന ഒരാളാണ്. അയ്യോ വലിയ ഇതാണ്. അപ്പോ അവർക്ക് അതിന്റെ ഏറ്റവും അധികം ലാളിച്ച് വളർത്തിയ മുത്തച്ഛമ്മയാണ്. മറ്റേ പിന്നെ നിങ്ങളുടെ കുട്ടികളും എന്റെ കുട്ടികളൊക്കെ ഇല്ലേ നമുക്ക് ഇത് അങ്ങനെയല്ല. മുത്തച്ഛനെ കാണാൻ എന്തോ ഒരു കാരണത്താൽ അതങ്ങനെയാണ്. അപ്പൊ ആ മുത്തച്ഛനെ സാധിക്കില്ല. ഏതായാലും ഇവിടെ പിന്നെ സംസാരിച്ചു. പിന്നെ സ്ഥിരമായിട്ട് സംസാരിച്ചു. ഏതോ വല്ലതും അങ്ങോട്ട് അന്നൊക്കെ ഭക്ഷണമൊക്കെ ഇല്ല. പിന്നെ കടക്കുക രണ്ടുപേരും കൊണ്ടുവരും. കാപ്പി ഇവിടെ ഇല്ല. ഊണൊക്കെ ഇല്ലെങ്കിൽ തിരിഞ്ഞ് എല്ലാവരും ആശയം ഒരു പറ്റുണ്ട്. അയാൾ തന്നെ എനിക്ക് പോകും. അങ്ങനെയാണ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പറ്റില്ല. മറ്റൊരു ഉണ്ടാക്കിയോ ഏതൊക്കെ വെച്ച് എന്നിട്ട് അവിടെ തന്നെ വേണമാക്കി. അങ്ങനെ പിന്നെയാണ് സ്ഥിരമായിട്ട് അങ്ങനെ വേണമായിട്ട് അങ്ങനെ ഈ അവിടെ താമസം തന്നെ അപ്പോഴേക്ക് കാറ് ആയിട്ടുണ്ടോ? അത് അപ്പൊ പുതിയ സ്ഥലത്തേക്ക് പുതിയ ഇവിടെ പോയപ്പോഴേക്കും കാറായി. അപ്പോൾ 1920 അതാണ് വലുതാരം ഞങ്ങളൊക്കെ മേടിച്ച്. അതല്ല ഏത് രാജ്യത്ത് അത് ചെക്കത്തോച്ചാ തോന്നുന്നത്. വെൽക്കം എന്നാണ് എന്റെ പേര്. അതിനുണ്ട് നീളമുള്ള കാറ. അത് എത്ര റുപ്യ? അത് 350-400 രൂപ. വാങ്ങുന്ന സമയത്ത് എത്ര പൈസ ഉണ്ടാവും? അത് വാങ്ങുന്നത് 2 കൊല്ലത്തെ പൈസൊന്നുമില്ല. പിന്നെ പിന്നെ അപ്പൊ അപ്പോഴത്തേക്കും അവിടേക്കാണ് പഠിച്ചു. അവിടെ കുറെ എഴുതിയുണ്ട്. അവിടെ ഇത്ര ബുദ്ധിമുട്ടില്ലോടാണ്. അന്നത്തെ കാലത്ത് സാറിനൊക്കെ ഈ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ എന്തൊക്കെ വില? 7-6 അത് കൊണ്ട് വീട് പോയി. പിന്നെ അതിലൊക്കെ ഇത് മാത്രമേ വന്നു കാറുള്ളൂ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ കാറിന് കുറച്ച് കേടുകൾ വന്നു. അതൊന്ന് മാറ്റി മേടിച്ചു. പിന്നെ ഒരു കാറ് വേറെ മാറ്റി മേടിച്ചു. അതൊക്കെ ഞാൻ തന്നെ ഇന്ന് ആരെയും നോക്കാല്ല. ഈ ആലുവക്കാരാണ് ബ്രോക്കർമാരുണ്ട്. അവർ കൊണ്ടുവരും കാണിച്ചു കഴിയുന്ന 20 ലക്ഷത്തിൽ മേടിച്ചപ്പോൾ മേടിക്കാം. അങ്ങനെ മേടിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അച്ഛൻ്റെ കണ്ണ് ഓപ്പറേഷൻ. ഇതൊരു മാസം വരെ കഴിഞ്ഞു. കാറുകൾ ഒരു കാറ സ്വന്തമായിട്ടില്ല. അത് ഇതുപോലെ ചെറിയ കാറാണെങ്കിൽ നല്ല കാറാണ്, ഓടും. അത് കുറച്ച് പേർക്ക് അതിനെ കുറച്ച് വരും. പിന്നെ അച്ഛൻ്റെ കണ്ണ് ഓപ്പറേഷൻ. അപ്പൊ എറണാകുളത്ത് ഒരു സ്ഥലം എടുത്ത്, പ്രത്യേക സ്ഥലം എടുത്ത് അവിടെ വെച്ചിട്ടാണ്
ഓപ്പറേഷൻ ആസ്പത്രിയിൽ ചെയ്യാൻ അതാ ഇതിന്റെ ഇതായിട്ടാണ് അന്നത്തെ അങ്ങനെ പേര് ഡോക്ടർ അന്നത്തെ ഏറ്റവും മുഖ്യാളാ അങ്ങനെയാണ് ഓപ്പറേഷൻ ഉണ്ടായത്. ഓപ്പറേഷന് പേരിന്റെ ആ കാറിലാണ് ഞങ്ങളുടെ കൊണ്ടുവന്നതിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ എറണാകുളത്തില്ല ഞാൻ തന്നെ ഓടിക്കുന്നത്. അപ്പൊ മറമ്പൂര് കേട്ടെ പിന്നോട്ടുണ്ടാവില്ല സഹായത്തിന് ആ വഴിക്ക് ഒന്നും നീങ്ങി പിന്നെ ചാത്താവുന്നില്ല. അപ്പൊ മറമ്പൂരൊക്കെ പറയും ഞങ്ങൾ തള്ളാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നിന്നു. അദ്ദേഹം തള്ളി അത് ചാത്താവും ചെയ്യും. ഇവിടെ ചില തോന്നിയത് ഇന്ത്യൻ കൈ വെച്ചാൽ എഴുതിയാന്ന് വെച്ചാൽ അതാണ് വിളിച്ചു വലിയ വിളിച്ചിട്ടല്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആസ്തിയും വെച്ച് ഞങ്ങൾക്ക് ചെറിയ ഏറ്റവും പുതിയ കാറ് മരക്കാർ കമ്പനിയിൽ നിന്ന് മാറി. അത് പുതിയ അത് 6500 പുസ്തകം 15 കമ്പനിയിൽ അവരുടെ ഏതാണ് അങ്ങനെയാണ് പടക്കം. അപ്പൊ മൊത്തം എത്ര കാറ് ഇതാണ് ഒരു കാര്യം മാറി. ഈ ആസ്തി നിർത്തി കഴിഞ്ഞ ശേഷം വളരെ ആസ്തി പോവുക. അവര് മൊത്തം ഒരു 10-20 കാറുണ്ടാവും. 10-20 മരുന്നുണ്ട്. ഓപ്പോടെ മറ്റേ ഇങ്ങനെ പലതും കഴിക്കുന്നുണ്ട്. ഏതാണ് മദ്രാസിൽ പോയി വാങ്ങി? അത് ആസ്യം തന്നെ അത് ഹിന്ദുസ്ഥാൻ മദ്രാസിൽ പോയി വാങ്ങി. അത് ആശയം പോയി പത്തന് ഓടിക്കാനുണ്ട്. ഇതൊക്കെ അങ്ങനെ ഓടിക്കാറുണ്ട്. മദ്രാസിൽ പോയി വാങ്ങിച്ച് അത് വലിയ കമ്പനിയിൽ നിന്ന് നേരത്തെ അവിടെ വെച്ചിട്ട് പോകുന്നു. അപ്പൊ ആ ഭാഗത്ത് ഇവിടെ ഇല്ല. ഹിന്ദുസ്ഥാൻ തന്നെ അതാണ് കുറെ കാലം കഴിയും. അതൊരു ഉണ്ടായിട്ടുണ്ടാവോ? അതുണ്ട്. അത് കുറെ അധികം കാലം ഇരുന്നില്ല. വലിയ കമ്പനിയുടെ പേരെന്താ? സിംസണല്ല, വേറെ ഒന്നും ആ കമ്പനിയിൽ നിന്നാണ് എടുത്തത്. അപ്പൊ അവിടെ എടുത്ത് ഞങ്ങൾ പോയി പണം കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ആളെ അടുത്ത ആ മാനേജര് കൊണ്ടുപോകും നിർബന്ധിക്കുന്നത്. ആ തെറ്റിന് വിട്ട് കൊണ്ടുപോകാറുണ്ട്. പണമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ കൊണ്ടുപോകും. അപ്പൊ എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏതൊക്കെ പ്രത്യേകിച്ച് എന്നുള്ളത്. അപ്പോ ആർക്കിന്റെ ഭക്തനുണ്ട്, ഞാനുണ്ട്. ഞാൻ മറ്റേ ഓടിച്ച് പുറത്ത് ഇട്ട് ആ റോഡിക്കാൻ നിൽക്കും. അപ്പോൾ നമുക്ക് അറിയില്ല. അന്നത്തെ കാലത്ത് മുസ്ലിമാണ് അവസ്ഥയിലില്ല നല്ല. പിന്നെ അവിടെ ഒഴിച്ചു പോകുന്നു. അപ്പൊ ഈ പണം കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഇത്രയും പണം അവർ ബാങ്കിൽ എങ്ങനെ എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയാവുന്നുണ്ട്. അവിടെ നിന്നപ്പോൾ പണം തരാണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അയച്ചു. ആദ്യം ഇവിടുന്ന് ചോറ് ചെക്ക് ഇപ്പൊ ചോര ബാങ്കിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ച് ബട്ടൻ്റെ ഒരു ചെക്ക് കൊടുത്ത് ഇങ്ങനെ അയച്ചു. എന്നിട്ട് ഇവിടുന്ന് പണം എടുത്ത് ബട്ടൻ പിറ്റേ ദിവസം അതിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ 2-3 ദിവസം അവിടെ താമസിച്ചിലേക്ക് ബട്ടൻ ഇത് കഴിഞ്ഞ് അന്ന് ഈ പണം എടുത്തപ്പോൾ ആരോഗ്യ എത്തി കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോഴേക്ക് അവരൊക്കെ പേടിച്ച് കാറ്റിലൊന്നും ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു നേരമ്പത്തായിട്ടാണ് ഉള്ള വരവ്. കൊണ്ടെത്താനായതുകൊണ്ട് ഈ തിരിച്ചിങ്ങനെ മാത്രം പോകാതിരിക്കാൻ അത് അവരുടെ മുമ്പ് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ആ 6 നിർത്തി കൊണ്ടുവന്നെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ അതിന് ഇതുപോലെ കുറച്ച് പേര് ഈ പേര് എന്നാൽ പിന്നെ റിട്ടേർന്ന് പോകാറില്ല. അതാണ് മാറ്റം മാറെ വേറെ എടുക്കാതെ വരിക. ആ കൂട്ടത്തിൽ വേറെ അത് വേറെ അതും നിർബന്ധമാണ്. ഈ ആസ്യം തന്നെ പറയുന്നത് ആസ്യം തന്നെ എനിക്ക് അധികം ഓടിച്ചത്. ഞാൻ തന്നെ ആദ്യം ഓടിക്കുന്നത്. ഇന്നത്തെ വലിയ ആളുകളില്ല എനിക്ക്. അപ്പം എന്തൊക്കെ വലിയ കാറുകൾ മേടിക്കുമ്പോൾ കൊണ്ടുനടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരില്ല. അത് പുതിയതല്ല, ചെക്കനാൻ്റെ നല്ല കാറുകളാണ് മേടിക്കുക. അതിനാണ് ഈ ബട്ടൺ പിന്നെ സഹായത്തിന് ദയവായിട്ട്. അത് മൈസൂര് കുറ്റാലം അതൊക്കെ ഏത് കാലത്താണ്? അടുത്ത കാലത്ത് തന്നെയാണ് പോവാറ്. ഇതൊക്കെ കാറിലേ മേടിക്കും. അപ്പോൾ ഒപ്പം ആവശ്യം വരാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നൊക്കെ സ്പീഡിൽ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. 2-3 കാറായിട്ട് അങ്ങനെ പോവാം. 2 കാറാണ്.
2 കാലം 2 കാലം. പിന്നെ തെക്കന് മദ്രാസിൽ എന്താ പറയുന്നത് എല്ലാ ദിക്കിലും മദ്രാസിന്റെ മദ്രാസിന്റെ ഭാഗമുണ്ട്. ആദ്യം മുതൽ എല്ലാ അമ്പലങ്ങളും പ്രധാനപ്പെട്ട അമ്പലങ്ങളും എല്ലാ ദിക്കും ഈ 2 കാലം വെച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഈ ദിക്കിപ്പോയിന്റെ ഏതെണ്ണമുണ്ട് 2 കാലം ജനമതുള്ള ആൾക്കാരെ എല്ലാം ഉണ്ടാവും. ആയില്ല ചിലവെങ്കിലും ചിലവർക്ക് മേടിക്കുമ്പോഴത്തെ ഈ കൊണ്ടുപോയിരിക്കും ചില ഈ പോകുമ്പോൾ ഹോട്ടലിലൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് എപ്പോഴും ഒരാളെ കൈ ഉണ്ടാവും. സാധാരണ കുട്ടികൾക്ക് ഒരാഴ്ച ഉണ്ടാവും. വീടുകൾ നോക്കിയിട്ട് സ്ഥലം എടുത്തിട്ട് വാടക എടുത്ത് അവിടെ തന്നെ താമസിച്ച് മുഴുവൻ വെച്ച് ഒരു പ്രാവശ്യം ഞാൻ നോക്കട്ടെ കുട്ടികളെ പോയി പിന്നെ അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെ ഒരു 2-3 ആഴ്ച മൈസൂർക്ക് പോയില്ലോ. മൈസൂർക്ക് പോയത് ചിക്കീലുണ്ടിന്റെ കാര്യമാണ്. അതെന്റെ കാര്യം ഉണ്ട്. ചിക്കീലുണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അവിടെ ഹോട്ടലിലും റൂം എടുത്തിട്ടില്ല താമസിച്ചത്. ബത്തല്ല തോന്നുന്നു. അപ്പൊ അമ്മയൊക്കെ അമ്മയ്ക്കൊന്നും അച്ഛനും ഈ ശരി യാത്രയ്ക്കൊന്നും കൊണ്ടുപോകാനില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റായി 1 കൊല്ലം തോന്നുന്നില്ല. കുറെ കാലം ഭയന്നിരുന്നു. അതല്ല ഒരു 10 കൊല്ലം 12 കൊല്ലം 12 തിരുവനന്തപുരം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇലക്ഷൻ ഒരു ഇലക്ഷൻ ഇന്നത്തെ നിൽക്കാൻ കഴിയാണ്ടത് ഞാൻ മേടിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടുവന്നോളാം മേടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് 20 മേടിച്ചത് ആദ്യം 2000 കൊടുത്തിട്ടുള്ളൂ. 3 ക്ലാസ്സൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. 1 കൊല്ലത്തിലാവും. അത് തോന്നാട്ടെ. അത് കഴിഞ്ഞ് അങ്ങനെ സംസ്കൃതത്തിന് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് സംസ്കൃതത്തിന് കുട്ടികളൊക്കെ കണ്ടു. പഠിക്കാനായില്ല. സ്കൂളിലുള്ള സംസ്കൃതം സംസ്കൃതം മാത്രമേ ഉള്ളൂ. സംസ്കൃതം മാത്രമേ ഉള്ളൂ. പല ആളെ കുട്ടികളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ പരീക്ഷിച്ച് ഇബ്രാഹിമയുടെ അല്ല ഇബ്രാഹിമില്ല പരീക്ഷിച്ചാണ് ഈ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. പിന്നെ പരീക്ഷയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞങ്ങൾ നിർത്തിയാണ് നോക്കിയാണ്. അത് അദ്ദേഹം പറഞ്ഞു ഇവിടെ നിർത്തണ്ട. ഒരു കുട്ടികളെങ്കിലും ആരും നിർത്തണ്ട. അത് ഇവിടെ പഠിക്കാനുള്ളത് മറ്റുകളും അത് പിന്നെ അത് ഈ മാസന്മാരുണ്ട്. അവർക്ക് നമ്മളൊക്കെ കൊടുക്കണ്ട പിന്നെയും കിട്ടാണ്ട്. അപ്പോൾ ഒരു പുതിയ ടീമുണ്ട്. അതെ ഇതായിരുന്നു കേരള അവിടെ സംസ്കൃതം നോക്കി അതിൽ ഇംഗ്ലീഷും ഒക്കെ ഇതുപോലെ ഇതിന് പാസ്സായ ഹൈസ്കൂളിലേക്ക് പോവുകയും ചെയ്യാം. ഹൈസ്കൂൾ ക്ലാസ്സിൽ ഇവിടുത്തെ യൂസിലേക്ക് പാസ്സായ ഹൈസ്കൂൾ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്യാം. ഈ സംസ്കൃതം പ്രധാനമാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്കൂൾ വന്നിട്ട് പിന്നെ അതാക്കി ആ UP സ്കൂളാണ് പാലക്കാട് പനമ്പള്ളി പോകുന്നതെന്നും എൻ്റെ വ്യവസ്ഥ കാരണം അത് ലഭ്യം. അപ്പോൾ ഇതിന് IMN ഡയറക്ടറാണ് വിദ്യാഭ്യാസ ഡയറക്ടറാണ്. അതിലവിടെ വന്നു. അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞു എന്നാൽ കാര്യമില്ല ഞങ്ങൾ ഹൈസ്കൂളാക്കി അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തേരാം. IMN വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഇത് മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അത് ഈ പനമ്പള്ളി പോകുന്നവരാണ്. അങ്ങനെ അവിടെ വന്ന് അത് ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ചില ആവശ്യങ്ങൾ വന്നതാണ്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക. അത് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ നടത്തി ഹൈസ്കൂളാക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇതങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ UP സ്കൂളുണ്ട്. അത് കൃഷ്ണമാറ്റിലാക്കാം UP സ്കൂള് സംസ്കൃത UP സ്കൂൾ അത് കൃഷ്ണമാറ്റിയാക്കിയിട്ട് അവിടെ ഫസ്റ്റ് നോക്കുന്നത് ഇതൊരു ചെറിയ 3 ക്ലാസ്സിനുള്ള എടുക്കുന്നത് കഴിഞ്ഞ അവിടെ തുടങ്ങി. അതൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുണ്ടായില്ല. ഒരാളും എനിക്ക് ഒന്നും സഹായിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ സഹായിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഈ UP സ്കൂളും കൂടി ഉണ്ട് തെക്കുമാറ്റിൽ
അത് അതിൻ്റെ മേഖലയിൽ ഞാനാണ്. അപ്പോൾ ഏറ്റവും നല്ല ഏട്ടനോട് സ്കൂള് എന്നിട്ടാണ് ഈ സ്കൂള് 4 വരെയുള്ള ക്ലാസ്. അതിന് വരിക UP വരാം. അത് ആവശ്യമാണല്ലോ. UP കഴിഞ്ഞാൽ നമ്മുടെ ഹൈസ്കൂളിലേക്ക് അറിയില്ല ക്ലാസ് എടുക്കുക. അങ്ങനെയാണ് തുടക്കം അതിൻ്റെ ഉണ്ടാകുന്നത്. അത് പിന്നെന്താ സ്കൂള് എല്ലാ തമ്മിലും നമ്മുടെ തലയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഈ ക്ലാസ്സിൽ ചേർന്നിലും കിട്ടും. അപ്പം ഉദ്ഘാടനം പനമ്പിൽ കഴിഞ്ഞാൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു. അയ്യമ്മേനം അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം വന്നു പേപ്പറത്തിൽ നിന്നുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ അദ്ദേഹം ചോദിച്ചാൽ അയ്യമ്മേനം പറഞ്ഞു എന്ത് കാണിച്ചാൽ എൻ്റെ അടുത്ത് വന്നാൽ അങ്ങനെ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ അവിടേക്ക് എത്തിയാൽ മതി. തൃശ്ശൂരാണെങ്കിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെയാണ്. പിന്നെ ഞാൻ തൃശ്ശൂർ എനിക്ക് സർക്കാരിൽ എന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്ത് കാര്യം സാക്ഷ്യം കിട്ടും. ഈ അയ്യമ്മേൻ്റെ ഇത് പറഞ്ഞിട്ടില്ല. അയ്യമ്മേനെന്നാണ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഇത് താല്പര്യമുണ്ട്. താല്പര്യം കൂടുതലുണ്ട്. സ്ഥലപ്പള്ളി പറയും ചെയ്തു അയ്യമ്മേനോട്. അങ്ങനെയാണ് ആ സ്കൂളിൽ അവിടെ വരാൻ കാരണം. അപ്പം ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടാൻ പറയുക. അതോ ഗ്രാൻഡില്ല, ചെറിയ കണക്ക് തരും. ഗ്രാൻഡെന്ന് പറയുക കുറച്ചൊരു കണക്ക്. പിന്നെ അത് പിന്നീട് എത്ര കഴിഞ്ഞത് KVR വന്ന നിയമൊക്കെ വന്നപ്പോഴേക്ക് ഈ ഇതിലുള്ള ശമ്പളം ഒരു തുകയും തരും. അത് വെച്ച് കൊടുക്കും. പിന്നെ പോരാത്ത പോലെയൊക്കെ കഴിഞ്ഞ് കൊടുക്കണം. എനിക്കാണ് അത് മാറി ശമ്പളം കൊടുക്കാതെ കഴിയുന്നെടുക്കണം. മുഴുവനില്ല, കുറച്ചൊരു സ്കൂൾ ബിൽഡിങ്ങിന് അതൊക്കെ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല, കാര്യമായിട്ട് വീട്ടില്ല. അത്യാവശ്യം ഉള്ളുക. അതുകൊണ്ട് ഈ അകത്തുള്ള വർഷക്കാർക്കൊന്നും നിർദ്ദേശില്ല. അത്യാവശ്യം ഉള്ളതാണ് ഫീസ് ഉള്ള. അത് കഴിഞ്ഞ് ഫീസ് ഉള്ള ആളുകൾ വന്ന കുറച്ചില്ല. നിസ്സാരം കണ്ടു. രാഷ്ട്രീയത്തിലൊക്കെ എങ്ങനെ താല്പര്യം പറയാം. പ്രജാമണ്ഡലം ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയിൽ പ്രധാനമായിട്ട് പനമ്പള്ളി ജീവിതത്തിൻ്റെ അവിടെ മേക്കര പിന്നെ ആരാമൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഒരു കരുതിയാണ്. ഇന്നത്തെ ഇന്ന് ജീവിച്ചിരുന്നത് കൃഷ്ണനാണ് അതിൻ്റെ പ്രധാനം. ഇന്ന് ജീവിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറേ നീലാണ്ടം കൊണ്ടുവരികയാണ് നമ്മൾ രാഷ്ട്രീയ തിരിച്ചു വെച്ച്. അതെല്ലാം നമ്മൾ ഉറപ്പാണ്. എഴുതി നാരായണൻ വരും ഞാനും കൂടിയിട്ട് കുറേ നീലാണ്ടം കൊണ്ടുവരി എന്നെ കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ അവിടെ തൃശ്ശൂർ ചമ്പം വരണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരിക. അപ്പോൾ അവിടെ പോയി താമസിക്കുന്ന എവിടെയാണ് നിങ്ങളെ ചെയ്യുന്നതോ അദ്ദേഹത്തെ അവിടെ ബന്ധം നീലാണ്ടം കൊണ്ടുവരിക. അദ്ദേഹത്തെ അവിടെ താമസിച്ചത് കുറുപ്പത്തെ കൃത്യമാണെന്നാണ് അതിൻ്റെ ഭാര്യയുടെ കുറുപ്പത്തെ കുറുപ്പത്തെയാണ് PC കൃത്യമാണ് ഇതിൻ്റെ വയസ്സാണ്. അപ്പോൾ അവിടെ താമസിക്കും നിങ്ങൾ. അതിന് എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അന്ന് കാലമാണ്. അദ്ദേഹം ആ കാലത്തൊരു ക്രിക്കറ്റിങ്ങിന് പോകണം. കള്ളിക്കാപ്പ് തൃശ്ശൂർ ടൗണിൻ്റെ കാലത്ത്. അപ്പോൾ അതിന് ഞങ്ങളൊക്കെ കാണാൻ പറ്റി അദ്ദേഹം ആഗ്രഹിക്കാൻ പോകുന്നതാണ്. കൊടിയൊക്കെ പിടിച്ച് കുറേ ആളുകളുണ്ട്, ജാഥയൊക്കെ പോവുക. ആ കൂട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു ഞങ്ങളുണ്ടാകുന്നത് ഒപ്പം പോവുക. അവിടെ തന്നെ ആ ജാഥ പോയിട്ടില്ല, അത് കാണാം, ഒപ്പം പോവാം. അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴും പോലീസൊക്കെ വളഞ്ഞു. ഇദ്ദേഹത്തിനും കുറേ രീതിയും വെല്ലി നാരായണൻ എൻ്റെ പ്രായത്തിനൊപ്പം ഉള്ളതാണ്. അദ്ദേഹത്തിനും അസ്ഥി അദ്ദേഹത്തിൻ്റെ ഏകദേശം പള്ളത്തിലേക്ക് വരുന്നുണ്ട് തോന്നുന്നു. ആ അവിടെ കുട്ടികളെ അസ്ഥി ചെയ്തിട്ടില്ല. കുറവാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അസ്ഥിക്ക് അതിലേക്ക് അപ്പൊ അവിടെ നിന്ന് അപ്പൊ അന്ന് ഈ അസ്ഥി വല്ലവരും ജയിലിൽ കൊണ്ടുപോയി. അന്ന് വൈദ്യുതി കൊണ്ടുവരികയും കൊറിയറിനെയും ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി മത്സരത്തിനെ കൊണ്ട് ഹാജരാക്കിയിട്ട് ഒരു മാസം ശിക്ഷ അവർക്ക് കിട്ടി. അത്രയേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു മാസം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് വിട്ടു വന്നപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോരുക
ബാക്കിയുള്ളങ്ങളിലൊക്കെ കൂടി കഴിയുമ്പോൾ അവിടെ ടെസ്റ്റ് മാതിരി കൽപ്പിച്ചു. അന്ന് ഈ മഹാരാജാവും ഒക്കെ അതിന് അനുകൂല ഈ ബ്രസ്റ്റ് ആക്കണം എന്നുള്ള. അപ്പൊ അച്ഛനും അത് അങ്ങനെ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കുറേ എന്തെങ്കിലും ഇതിന് അടുത്ത ആൾക്കാർ മികത്ത് വരും. അപ്പോഴൊക്കെ നമ്മളൊക്കെ മികത്ത് വരും. അതിനൊന്നും അതിന് വിഷമമില്ല. പക്ഷെ ഈ മഹാരാജാവിന്റെ ഒരു കാരണം നമുക്ക് അതിന് പരസ്യമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ അല്ല എന്നും കൂടി ഞങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതിന്റെ അച്ഛനും അമ്മ പോകണ്ട, പേരും പോകണ്ട. അപ്പോ എന്നിട്ട് എങ്ങനെ നമ്മളെ നേരിയാക്കി തരുമെന്ന് സിദ്ധാർത്ഥ അങ്ങനെ സിദ്ധാർത്ഥരാക്കിയാണ് ഇവിടെ സിദ്ധാർത്ഥര എന്നാ പറയാം. അങ്ങനെ ആവാമെന്ന് പറഞ്ഞത് അച്ഛൻ പോയി വിളിച്ചാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിന് ഒരു എഴുത്ത് കൊടുത്തു. വിജയം ഇങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിന് ആ ഒരു പ്രാശ്ചികം ചെയ്ത് അതിന് സിദ്ധാർത്ഥനുണ്ട്. പ്രാശ്ചിത്വം എന്നാണ് പറയാം. അത് ചെയ്ത് സിദ്ധാർത്ഥനെ എഴുതി നോക്കിക്കാൻ എനിക്ക്. അപ്പൊ പോയാളായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാശ്ചിത്വം ചെയ്തില്ല, വായിക്കുകയാണ്. ഞാൻ പ്രാശ്ചിത്വം ഞാൻ ചെയ്യില്ല, എഴുത്ത് കൊണ്ട് കൊടുക്കും. നല്ല പണം തരണമെന്ന് പറഞ്ഞാൽ അതാണ് കൊടുത്തേക്കാം, മറ്റു ഞാൻ ചെയ്യില്ല. അപ്പൊ ആ പണം എന്തൊക്കെ കൊടുക്കും ഞാൻ തരാം. നാരായണന്റെ വില നാരായണൻ വിളിക്കാം. നാരായണന്റെ ഞാൻ എന്തൊക്കെ തരാം, പണം ഞാൻ തരാം, കൊടുത്താൽ മതി. അത് അദ്ദേഹം ഏതൊരു എഴുത്ത് മതിക്കണം. ഇതാണ് പ്രാശ്ചിത്വം ചെയ്യുന്നത്. ആ വാക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ഇതാണ് പോയത്. അവിടെ പോയി സൈന്യത്തിനെ കണ്ട് ഇത് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഒരു 10 ഉറുപ്പികയോ 10 ഉറുപ്പിക മറ്റേ കഴിഞ്ഞ് പ്രാശ്ചിത്വം ചെയ്യാനായിട്ട് അതിനാണ് കൊടുത്തു. അവർ എഴുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതായി കൊടുത്തു. കഴിഞ്ഞ ദിവസമായി ഒരു കുറേ ഡയറ്റ് അന്നത്തെ പ്രാശ്ചിത്വ മഹാരാജാവിനെ അറിയിച്ചിട്ട് ആകണം. അത് അറിയിക്കും. അവിടെ പ്രാശ്യം ചെയ്യാൻ കഴിഞ്ഞില്ലേ. അതങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ വിജയം ആ പ്രജാമണ്ഡലത്തിൽ ചേർന്നു. ഇനിയാണ് ഞാൻ പ്രജാമണ്ഡലം മെമ്പറായിട്ട് ചേർന്നു. അതിന് ശേഷം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും അതിൽ മെമ്പറായിട്ട് ചേർന്നത്. ആ പ്രജാമണ്ഡലം ഇന്നുണ്ട്. അന്നത്തെ പ്രജാമണ്ഡലത്തിന് കോൺഗ്രസ്സായി. ഈ പ്രജാമണ്ഡലങ്ങളുടെ പേരിൽ ഇന്നുണ്ട്. അങ്ങനെ പിന്നെ കുട്ടിയിലുണ്ട് ഇങ്ങനെ എന്താ സഹോദരൻ വെച്ച ആള് ഈ പ്രജാമണ്ഡലം മെമ്പറായി. അപ്പൊ അദ്ദേഹം കൂടിയാണ് ഞാൻ ഡൽഹിയിൽ ചേർന്നത്. പിന്നെ അതിൽ വലിയ നടന്നായിരുന്നു. അതിന്റെ കൂട്ടത്തില് ടിവിയിലും അതൊക്കെ അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം പ്രധാനിയാണ്. ഈ രജിസ്ട്രേഷൻ മാധവൻ നായർ അതൊക്കെ അറിയാം. നാരായണനെ അറിയാമെന്നതാണ്. മാധവൻ നായരൊക്കെ വലിയ ഇതിലത്തെ പ്രധാനിമാരായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും പരമ്പര ചെയ്യുന്നത്. അങ്ങനെ കുറെ കാലം പിന്നെ ആ പ്രജാമണ്ഡലം എന്നുള്ള പേരിൽ കുറെ നടന്നു. അപ്പോൾ ഈ ഇലക്ഷനൊക്കെ വന്നു. ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പ്രജാമണ്ഡലത്തിൽ എനിക്ക് വർക്ക് ചെയ്യും. അപ്പൊ അന്ന് കോൺഗ്രസ് ആയിട്ടില്ല. കോൺഗ്രസ് ആയിട്ടില്ല. അന്ന് ഈ അതായത് എന്താണ് നാട്ടുരാജ്യങ്ങളിൽ കോൺഗ്രസ് ഇല്ല, ബ്രിട്ടീഷ് ഇതിലുള്ളൂ. അതിന് ശേഷമാണ് ഈ കോൺഗ്രസ് നാട്ടുരാജ്യങ്ങളിലും തുടങ്ങിയത്. അന്ന് ബ്രിട്ടീഷ് ഇതിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ മറ്റേ മലബാറൊക്കെ മദ്രാസ് സംസ്ഥാനം അവിടെയൊക്കെ കോൺഗ്രസ്. ഇങ്ങനെ അത് പെട്ടെന്ന് ഇവിടെ പ്രജാമണ്ഡലത്തിനുള്ള കൊച്ചി തിരുവനന്തപുരമുണ്ട്. കോൺഗ്രസ് വേറെ ഒന്നുമില്ല. പ്രജാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഘടനയുണ്ട്. അങ്ങനെ 2 സ്റ്റേറ്റും 2 സംഘടനയാണ്. സംഘടനയുടെ ഉദ്ദേശത്തൊന്നിന് പേര് എന്താണ് അങ്ങനെയാണ് കൈമാറുന്നത്. പിന്നെ ഞാൻ ആളുകൾക്ക് എപ്പോഴും ഈ ഇലക്ഷൻ ഉണ്ടാക്കാൻ വർക്ക് ചെയ്യും. കോൺഗ്രസിന്റെ പിന്നെ കോൺഗ്രസ് ആയിട്ടും അതിലുണ്ട്. അപ്പം ഈ ഇലക്ഷൻ വന്നാൽ നല്ല വർക്കാണ്. എനിക്ക് നല്ല വർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഏരിയയിൽ മുഴുവൻ കാറുള്ളതായിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ ഓടി എടുക്കാൻ ആളില്ല. ഞാനേ ഉള്ളൂ. കാറുള്ള ഒരാളാവുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ എല്ലാം കോൺഗ്രസ് ആ ഏരിയയിലുള്ള സർവ്വ തോന്നുന്നത് എൻ്റെ വിലയാണ്. ആര് ഇലക്ഷൻ വന്നാലും കോൺഗ്രസിന്റെ ആര് വന്നാലും എത്ര ഇലക്ഷൻ വന്നാലും ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഇലക്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കുറൂർ എന്നൊരാള് ഇവിടെ ഇലക്ഷനിൽ ഈ ഡാക്ടറുടെ അച്ഛൻ
ഇലക്ഷൻ വന്നു. ആ ഇലക്ഷൻ വന്നപ്പോൾ കിട്ടിയില്ല അതിന്റെ പ്രധാന വർത്തനകളാകാം. അപ്പൊ കിട്ടിയില്ല പറഞ്ഞു ചാലക്കുടിയിൽ നിന്ന് തെക്കോട്ട് മുതൽ വടക്കോട്ട് മുതൽ ഞാൻ വർത്തിക്കൊള്ളാം. അത് ഇത് മുഴുവൻ വേണം, ഈ കൊച്ചിൻ സ്റ്റേറ്റ് മുഴുവൻ എടുക്കണം. സ്റ്റേറ്റ് കൗൺസിലാണ് കേട്ടോ, കൊച്ചിൻ സ്റ്റേറ്റ് കൗൺസിൽ കമ്മിറ്റിയുണ്ട്, അതിലേക്ക് ഇരിക്കുകയാണ് മെമ്പറാക്കിയിട്ട്. അതുകൊണ്ട് ഈ ഭാഗം മുഴുവൻ ഞാൻ വർക്ക് ചെയ്യാം. ഇതൊക്കെ ആളുണ്ടൊപ്പം പോയി നടക്കുക, മറ്റേ ഭാഗം ഒക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടായിട്ട് പിന്നീടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അത് വിളിക്കുകയും ചെയ്യും, കുറേയും വിളിച്ചു മെമ്പറായി. അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വീടില്ല. പിന്നെ ഞാൻ നിൽക്കണം, അത് അരിക്കാറ്റ് നിൽക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഭാഗത്താണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തായും ആ ഭാഗത്താണ് അദ്ദേഹം. അതാണ് അസംബ്ലിക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കുമ്പത്തെ അമ്പലത്തിൽ അന്ന് KPCC പ്രസിഡന്റായി. അതാണ് അന്നാണ് ഈ കാരണം. അന്ന് KPCC ഇല്ലായി, കോൺഗ്രസ് ആയില്ല. കോൺഗ്രസ് ആയതിന് ശേഷമുള്ള കഥയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, എനിക്ക് അദ്ദേഹം ഇല്ലത്ത് വന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞ സമ്മതിച്ച് അങ്ങനെയാവാം. അപ്പോൾ ഈ അരിക്കാട്ട് നിൽക്കാനുള്ള കാരണം നമുക്ക് അവിടെ കുറേ വസ്തുക്കളും ഇല്ലത്തേക്ക് കുറേ സാധനങ്ങളും അമ്പലങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം അദ്ദേഹം അവിടെ വരണം. വിദ്യാർത്ഥി വലിയ വ്യക്തി അങ്ങനെ നിൽക്കുമ്പോഴത്തെ കണ്ടപ്പോഴാണ് അന്ന് KPCC പ്രസിഡന്റാണ്. അവിടെ വന്ന് എന്നിട്ട് ഇല്ലത്തെ എന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ ഒരു അച്ഛനും സമ്മതിക്കാതെ ഞാൻ ഇവിടെ രക്തം വാങ്ങി പോയി അതിന് മുൻപിട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയും സമ്മതിക്കുക എന്നും പറഞ്ഞ് നേരത്തിനോട് പറഞ്ഞു. അത് പറഞ്ഞു ഞാനിപ്പോൾ നിൽക്കണ്ട, അത് ഇഷ്ടം പണം ചിലവാകും, എന്നിട്ട് അതൊക്കെ വരാണ്ട് അത് ഈ ആൾക്ക് ഞങ്ങളെ വെച്ച് ഞങ്ങൾ വർക്കിന് കഴിച്ചോളാം, ചിലവൊന്നും അറിയണ്ട, വർക്ക് മുഴുവൻ നിങ്ങൾ ചെയ്യും, നിൽക്കണം. അതൊരു നല്ലൊരാളെ അവിടെ കിട്ടണം, ഞങ്ങൾക്ക് ഫോൺ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒരാൾ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് ഇതിൽ എൻ്റെ ഞാൻ മുന്നോട്ടുമില്ല. ഇത് വേറെ ആളെ ഒരു വരാനുള്ള ഒരാളെ നിർത്തി. അങ്ങനെയാണ് ആ ഇലക്ഷനെ കണ്ട് കഴിക്കുന്നത്. പിന്നെയും വൈകില്ല. പിന്നെ കൃഷ്ണമൂർത്തി വരാൻ, മാധവ വരാൻ, പിന്നെ ഒരുമിച്ച് ഇതൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ അസംബ്ലിയുടെ ഒരുമിച്ചിന്റെ അതാണ് മിസ്റ്റേക്ക്. പരമ്പര കഴിഞ്ഞതിന്റെ കാലിക മതത്തെ ആ ഏരിയയിലുള്ള അത് മുഴുവൻ നമ്മളെ തന്നല്ല പരമ്പര. അത് ഇവിടേക്കല്ല പാർലമെന്റ്. അത് അവിടെ വന്ന് നമ്മളവിടെ വന്ന് സ്ഥലത്തിരുന്ന് നമ്മൾ കറ ചെറുകടി നിർത്തി ഈ കാലത്ത് ഓടിയെടുക്കാൻ ആളുകല്ലേ അവിടെ. അത് ഞാൻ ചെയ്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ഞാനില്ല. അപ്പോൾ അവരോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഞങ്ങളൊരു 3-ാം ചാറിനെ എന്നിട്ട് നല്ല വർക്കറാട്ടോ ഒരു വാശിയാണ്. അപ്പോൾ ഞാനും വരുന്നതും ചെയ്തും നിങ്ങൾ 2-3 ആളും കൂടിയിട്ട് നിങ്ങൾ എല്ലാ ചുറ്റും പോയി വർക്ക് ചെയ്ത് കാലിക്ക് നോക്കാം. പിന്നെ ചാലക്കുടി അങ്ങോട്ടൊക്കെ ചാലക്കുടി വരെ വേറെ ആളെ ചാലക്കുടി നമ്മൾ അവിടെ വരെ ഉണ്ട് നിയോജകമുണ്ട്, പാർലമെന്റ് നിയോജകമുണ്ട്. ഒരിക്കൽ പറമ്പിൽ കഴിഞ്ഞാൽ അവിടെ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, അമ്മയുണ്ട്. ഒരു 12 മണി ആ കഴിഞ്ഞ് ഒരു അതിനകത്ത് കാറ് അവിടെ വന്ന് നിന്നു. ആരോ വരുന്ന അടുത്ത് ഓരോരുത്തർ വരാറുണ്ട്. അത് പറമ്പിൽ കഴിഞ്ഞാൽ ഇറങ്ങി വന്നു. എന്താ ഞാൻ ഇറക്കിയിട്ടുണ്ട്, അത് ഞാൻ കേൾക്കുള്ളൂ കണ്ടല്ലോ, ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു. ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊണിനും കഴിഞ്ഞിട്ടില്ലാട്ടോ, ഞാൻ ഉണ്ടായിട്ടില്ല. അയ്യോ പക്ഷെ ഒന്നുമില്ല, ഞാനിൻ്റെ അമ്മൂണ്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അന്ന് വേറെ അധികമൊന്നും വെക്കുന്നില്ല. അപ്പോൾ ചോറുണ്ട്, ഉപ്പിട്ടുണ്ടായിരുന്നു, മോരുണ്ടോ? ഓ അതുണ്ട്. ഞാൻ അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെയുണ്ട്, അതൊരു ഞാൻ ആർക്കൊരു കൂടി ഉണ്ടാക്കാം എന്നും പറഞ്ഞ് പപ്പടം വിട്ട് ആ ചെറുക്കും മോരും ഉപ്പിട്ടായിട്ട് ഉപ്പിട്ട് നമുക്ക് അവിടെ ഒട്ടും ഉണ്ടായില്ല. അങ്ങനെ അവിടെ ഊണും കഴിക്കാതെ ചെറുക്കും വെച്ച് അവിടെ കിടന്ന് പിന്നെ ഓരോ 3 യോഗ പറഞ്ഞാൽ പോയി. ഞാൻ ഏറ്റുചെയ്യാൻ നോക്കാൻ പോയി. അങ്ങനെ ഒരു യോഗ ഉണ്ടായിട്ട് അദ്ദേഹം അത്ര വ്യക്തിയായിട്ടാണ് നടന്നായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ കാലം അങ്ങനെ കഴിഞ്ഞു ഇതിൻ്റെ രാഷ്ട്രീയമായിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് തീരെ വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നോക്കിയിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരായി നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ അവരായിട്ട് കണ്ടില്ല ഈ പാർലമെന്റ് അല്ല
പഞ്ചായത്തിൽ നിന്നപ്പോൾ എൻ്റെ എതിർത്ത് നിന്ന് ആ സംഘടിപ്പിക്കുമെന്ന് ആഘാത സംഘടിപ്പിക്കുമെന്ന് എതിർത്ത് നിന്ന് അത് തോറ്റ് അന്തം പറഞ്ഞു അത്രയ്ക്കേ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കൂടുതൽ ഒരാൾ നിന്ന് ഒരു അധകൃതം വേണമല്ലോ അതില് അത് ചാത്തൻ ഒരാൾക്ക് വീട്ടിയിട്ടുണ്ട്. അത് ഞാനും ചാത്തനും കൂടിയിട്ടാണ് ഒരേ നിയമം നമുക്ക് 2 മെമ്പർ വരും. ഒന്ന് അധകൃതത്തിൽ ഒന്ന് മറ്റേ ഇങ്ങനെ 2 മെമ്പർ വരും. അപ്പൊ ഒന്ന് ചാത്തന എൻ്റെ കൂട്ടം, ഒന്ന് ഞാനും. നിങ്ങൾ എല്ലാവരും അസാധ്യം വിളിച്ചു അത് അത്രയും വീഴ്ച ചെയ്തില്ല. നിങ്ങൾ അങ്ങനെ സ്ഥിരാനം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു 2-3 തവണ ഇടത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഴ്ചയുണ്ടായിരുന്നു. നായന്മാരാണ് സത്യം നമ്മളെ ക്രിസ്ത്യൻസ് മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇനി അതെ അതാണ്. പിന്നെ പറ്റി എന്താ പറയാ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എല്ലാത്തിനും പറഞ്ഞിട്ട് വേണം. പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ തുണിച്ച് കൂടി ഇനി നല്ല ഇതൊക്കെ മേടിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് വേണം. ഇത്ര വാര ഞങ്ങളുടെ ആൾക്കാർ മേടിക്കുള്ളൂ. അരി, പഞ്ചസാര, മണ്ണെണ്ണ, കൊട, തേന, വാച്ച് എല്ലാത്തിനും പറഞ്ഞിട്ട് വേണം. അപ്പൊ അതൊക്കെ നമ്മൾ കൂടി അന്വേഷിച്ച് മേടിച്ച് ഗവൺമെന്റ് ചെയ്ത് അതൊക്കെ അവർക്ക് പറഞ്ഞിട്ട് ചില മേടിക്കാനും എനിക്ക് വളരെ ക്ഷാമമായിട്ടാണ് അന്ന് കഴിഞ്ഞത്. അന്നത്തെ എന്താ എടുക്കണമെങ്കിലും അപ്പൊ അതവർക്ക് ആലോചിച്ചിട്ട് ഈ താലൂക്ക് പോയിട്ട് പറഞ്ഞിട്ട് വേണം. അതില്ല അതൊക്കെ അതിലൊക്കെ ആവശ്യമുള്ളതാണെന്ന് കണ്ടാൽ തരും. അത് ഒരാൾക്ക് ഇത്രയും പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ കയ്യിൽ കിട്ടുമല്ലോ, അതിലൊക്കെ കിട്ടില്ല. ഈ ജഗന്നാഥൻ നല്ലതെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോറിൻ തുണിയ, അതാണ് ഞാൻ പറഞ്ഞിട്ട്. നമ്മൾ നെയ്ത്ത് തുണിന്ന് പറഞ്ഞിട്ട് വെക്കാം. നെയ്ത്തിന് ചായ നാട്ടിൽ നെയ്യണമല്ലോ. അപ്പൊ അതിനതൊന്നുമില്ല. ഇങ്ങനെയാണ് എൻ്റെ അന്നത്തെ കാലത്ത്. ആ കാലത്ത് വലിയ വല്ലാത്ത ക്ഷാമം വന്ന കാലത്ത് അരിക്ക് ഇതിനൊക്കെ ക്ഷാമം നമ്മുടെ നെല്ല് സ്വന്തം നെല്ല് ഇടാൻ പറ്റില്ല. അത് 1000 നെല്ല് തിരിഞ്ഞാൽ തിരിഞ്ഞുണ്ടെങ്കിൽ അതില് 3/4 ഭാഗം ഗവൺമെന്റിലാണ് കൊടുക്കണം. അപ്പൊ അത് കാരണം നമുക്ക് ആകെ എത്ര മെമ്പേഴ്സുണ്ട്, എത്ര ആൾ താമസിക്കുന്നുണ്ട്, അതിൽ 10 ആൾ താമസിക്കുന്നില്ല. അതിന് വേണ്ടി ഇരിക്കുന്നത് മനസ്സിലാക്കാണ്ട് കൊണ്ടുപോകും. ഇങ്ങനെ കഴിഞ്ഞിട്ട് മെമ്പറുകളെ അങ്ങനെ കണക്കാക്കി എടുക്കാൻ കഴിയില്ല. എത്ര ആളെ കൂടുതൽ അതൊക്കെ കാലത്തേക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ എന്താ വേണ്ടി എഴുതി എല്ലാവരും എഴുതിയുണ്ട്. അപ്പോ നമ്മള് എന്താണ് നമ്മള് സർവാധികാരിക്കാരുണ്ടാകും. ഇവിടെ കൊച്ചിയിലെ സർവാധികാരം കൊച്ചി അത് അദ്ദേഹം അത് ഞാൻ വന്നു കളിക്കാം. വിളിക്കുന്നതിന്റെ മകളാണ്. അപ്പൊ അദ്ദേഹം പോയിട്ട് അത് അദ്ദേഹം എല്ലാ കൊല്ലവും നമ്മളെ ചെവില് വന്ന് താമസിക്കും. പിന്നെ അദ്ദേഹം ഫുഡ് കമ്മീഷണർ ഇരിക്കുന്ന കാലത്താണ് നമുക്ക് ക്ഷാമം വന്നത്. അരിക്കും നെല്ലിനൊക്കെ ക്ഷാമം. മറ്റേ ഉദ്യോഗന്മാർ വന്ന് അളന്ന് മറ്റേ അത് കൊണ്ടുപോകും. അപ്പൊ ഉണ്ടാകേണ്ടത് എൻ്റെ അച്ഛനും വല്ലാണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് സവാരി ഞാൻ കണ്ടു ചെയ്യാൻ നോക്കട്ടെ എന്നൊക്കെ കമ്മീഷണർ അദ്ദേഹം എന്നൊക്കെ ഇവിടുന്ന് നേരെ പേരിന് ഇവിടുന്നൊക്കെ പട്ടാളത്തിലൊക്കെ നോക്കി. പട്ടാളം തുറന്നിട്ട് അദ്ദേഹം ആ ഒരു പോലീസ് അളവിട്ടിട്ടു. എനിക്ക് ഇവിടെ വേണം, ഇതൊന്നും എടുക്കണ്ട. പിന്നെ ഈ ഉദ്യോഗന്മാർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാൻ ചെയ്യും. അങ്ങനെയാണ് അത് അന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കില്ലായിട്ട് സമകാലത്ത് ഇതിന് യുദ്ധം കഴിഞ്ഞു നോക്കുന്നു. കാണാമല്ലോ വല്ലാതെ
ചെലവ് നല്ലോണം ഉണ്ടാവും. അല്ല അന്നും ചെലവ് ചെയ്തിട്ട് ആ എത്ര മെമ്പേഴ്സ് അത്ര മെമ്പേഴ്സ് അങ്ങനെയില്ല. അന്നത്തെ നല്ല ചിലവ് ഊന്നൊക്കെ നല്ല ചിലവ് ഉണ്ട്. അപ്പൊ ആർക്കാ ചോറ് കൊടുക്കില്ലാന്ന് പറയുന്നത് പോലില്ല, അങ്ങനെ പറയാൻ സാധിക്കില്ല. ബ്രാഹ്മണരായിട്ടും തലവായിട്ടും വന്ന് ഊണ് നീക്കി പോണ വിദ്യ ഇത് കഴിഞ്ഞപ്പോ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആ കാലത്താണ് ഏട്ടൻ എന്ത് ചോദിച്ചാൽ ഇവിടെ എല്ലാം കൂടി വലിയ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ഏട്ടൻ എന്ത് ചോദിച്ചാൽ 20-22 ആ കാലത്താണ് അത് 20. ആ ഏട്ടൻ എന്ത് ചോദിച്ചാൽ ഏട്ടൻ്റെ ഒരാളും കുട്ടികളും ഉപ്പപ്പാട് കൂടിയിട്ട് പള്ളിപ്പാട്ടൊക്കെ താമസമാണ്. അവിടെ കുറെ കാലം ഒരു 3-4 കൊല്ലം ഈ ക്ഷാമം വീടുന്നവരെ അവിടെ തന്നെ താമസിക്കും. അപ്പൊ ഇവിടുത്തെ മുഴുവൻ ഇഷ്ടംപോലെ നമ്മുടെയാണ്. പിന്നെ ആരാളവിടെ ആരോഗ്യ അരിയുടെ മാത്രമല്ല എല്ലാത്തിനും ക്ഷാമുണ്ട്. ആ കൂട്ടത്തിൽ അരിക്കാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് അത്യം. അതുപോലെ പനയില് ഇതുപോലെ വന്നു. അപ്പൊ പനയില് ജഡ്ജി ഉണ്ടായിരുന്നു, പനയന്തിയുടെ ഇല്ല ഈ മകൻ തന്നെ, ഈ ഒലിയമ്പ്രാന്റെ മകൻ തന്നെ, മിടുക്കമ്പിരാന്റെ മകൻ തന്നെ, ഒരു ആദ്യത്തെ മകൻ ജഡ്ജിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോ പനയന്തിരി എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിയെ പിടിച്ചു. ജഡ്ജിയെ പിടിക്കാൻ വെച്ചാൽ ഈ മിടുക്കൻ തമ്പുരാൻ പനയന്തിയുടെ മകനാണ്. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ടാണ് അദ്ദേഹം ആ പിടിക്കാൻ കാരണം. എന്നിട്ട് ജഡ്ജി പിടിച്ചത് ജഡ്ജി പറഞ്ഞു ഞാൻ നേരിട്ടാന്ന് പറഞ്ഞു. അവരുടെ നിർദ്ദേശം കൊടുത്തു. അങ്ങോട്ട് തിരിഞ്ഞു, പനയിലേക്ക് തിരിഞ്ഞു നോക്കണ്ടാണ്. പിന്നെ ഈ വണ്ടി പറയും ഇതായിട്ട് ആള് വരികയാണ് തന്നെ അതിന് ചില ദിവസമാരുണ്ടെന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് തിരിഞ്ഞു പനയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെയാണ് നിങ്ങൾ അവിടെ രക്ഷപ്പെട്ടത്. പനന്തിരി അതുപോലെ പറയും എപ്പോഴും പതിയൊക്കെ പോയിട്ടോ. അങ്ങനെ ആ കാലം അങ്ങനെ കഴിഞ്ഞു പോലെ വളരെ ബുദ്ധിമുട്ടോട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിരീക്കുമ്പോഴല്ലാതെ അതൊരു 22-23 അപ്പൊ കുമാരൻപൂർ തന്നെ വിറ്റ് ജയ്സിംഗിനെ വിറ്റിട്ടാണ് സർവാധി പറഞ്ഞത്. അപ്പോ പിന്നെ കണക്കിന്റെ ലക്ഷ്യം വന്നു. സ്ഥലത്തെ നോക്കി അല്ല തിരുവിടം വരെ അവിടെ ലൈനുണ്ട്. അവിടെ കോട്ടയത്ത് തന്നെ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ തെക്കുമാറ്റി വരാനായിട്ട് അവിടെ നിന്ന് എത്ര നാളി എന്തില്ല. അപ്പൊ ആകെ ചിലവ് എത്ര വെച്ചിട്ട് അതിന്റെ ഒരു അംശം നമ്മൾ കൊല്ലം കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് ഈ വീട് കിട്ടാനുള്ള ഈ ഉണ്ടാക്കി കിട്ടാൻ മതി. ഇല്ലാതെ അങ്ങനെയില്ലേ ആ നിലയ്ക്കാണ്. അല്ലാണ്ട് ഒരാൾ തന്നെ തരണമെന്നല്ല. എല്ലാവരുടെ കയ്യിലും ജീവി വരുമ്പോൾ അവർക്ക് 7-2000 കൊല്ലത്തില് അതിന് കിട്ടാറാവും. അതിന് ഗ്യാരണ്ടി മിനിമം ഗ്യാരണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനാണ് കൊടുത്തത്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഒരു ഇടയുണ്ട്. എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് തെറ്റുണ്ടാകും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിന്റെ നേരെ തെറ്റരയാണ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലാണ്ട് ഒരാൾക്ക് ശാസ്ത്രം ചെയ്താലും ഗവൺമെന്റ് ശാസ്ത്രം ചെയ്യുന്ന പറയും ഈ ഒറ്റ രസമല്ലോ. അപ്പൊ അത് കാരണം ആ ലിസ്റ്റീരിയേഷന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുടെ ആവശ്യം ലിസ്റ്റീരാവശ്യം വെള്ളത്തിന്റെ ആദ്യമായിട്ടാണ് ആ നാട്ടിലെ ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അതാണ് കടലിന്റെ കൈസേര പമ്പ് സ്ഥാപിച്ചു. എന്നിട്ട് അതിലേക്ക് നെയ്യ് നീട്ടി നീട്ടിട്ട് നമ്മളെ കൂടി അങ്ങനെ എല്ലാവർക്കും. അപ്പോൾ താമരപ്പള്ളിയുടെ വണ്ടിയാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്ത് എല്ലാ മാസം ചെയ്ത് ഇലക്ട്രിസിറ്റിയുടെ വർക്കൊക്കെ കഴിച്ച് തന്നത്. അദ്ദേഹം വന്ന് ഒക്കെ കഴിച്ച് നെയ്തിട്ട് കുമാരൻകുട്ടിയൊന്നും തന്നെ വന്നിട്ട് ലൈൻ ഓൺ ചെയ്തു. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഏറ്റവും സ്ഥലം മുഴുവൻ മാറ്റി പള്ളിപ്പാട്ടാണ് അരിപ്പാട്ടിന്റെ ആണെങ്കിലും പള്ളിപ്പാട്ട് സ്ഥിരം മുഴുവനാക്കി. ഇവിടെ വന്നപ്പോ ഈ ലൈറ്റിന്റെ എത്ര രൂപയും അപ്പൊ ഞാൻ പറഞ്ഞു 6000 രൂപ. ആകെ 6000 ആയിരുന്നു. അല്ലെങ്കിൽ 6000 വെറുതെ വന്നതാണ്. 6000 ആയിരുന്നു. 6000 ആയിരുന്നു ഞാൻ. അപ്പോ
അത് രണ്ടാമത് ഇങ്ങനെ കഴിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവുണ്ട് രണ്ടാമത് ഇതൊക്കെ വേണ്ടാതാ ഇങ്ങനെയൊക്കെ എന്തിനും ചെയ്തനെ. അപ്പൊ അർത്ഥം പറഞ്ഞു അത് ഇതാണ് ആവശ്യമായിട്ടൊന്നും ഉണ്ടായത്. അതാ വേണ്ടാന്ന് എനിക്ക് തോന്നിയത്. അതാണ് മുഖത്തിന്റെ തലയുടെ മുതൽ താൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നികത്തും. അപ്പൊ ഇങ്ങനെ തോട്ടത്തും തോർത്ത് അതിന് ഒരു ശീലണ്ടത് തലയൊക്കെ. അപ്പൊ ഈ ഫാന് കിട്ടിയത് അതിന് വളരെ സന്തോഷമായി. അതാണ് ഈ പറയാൻ കാരണം. കണ്ണിന്റെ അല്ല കണ്ണത്ര കാണിച്ചല്ലോ. അപ്പൊ അല്ല അങ്ങനെ ഒരു ആ ഇതിലുണ്ടായിന്ന് പറയാം. സന്തോഷിക്കാണ്ട് അതിൽ കഴിയുമ്പോൾ അവിടെ പോയി അതിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കിട്ടി. ആദ്യത്താണ് അല്ലാതെ അതിൻ്റെ ഒരു അമ്മ ഉണ്ട്, കുറവാട്ട് വേറെ അമ്മ ഉണ്ട്. അതെ, എന്റെ സ്വന്തമായിട്ടൊരു അമ്മ അങ്ങനെ വരാൻ കാരണം ഇതാണ്. അല്ലാണ്ട് അത് ഈ മിക്കവാറും പറ്റിയത് കേട്ടിന്റെ വഴിയാണ്. ആ എനിക്ക് കിട്ടാനുള്ള പണം അതെങ്കിലും അറിയുന്നില്ല. അതായത് വീട്ടിൽ സ്വന്താക്കി പറയാം, സ്വന്താക്കിയല്ല ചെറുതാത്തിന് എനിക്ക് പണം കുറിയല്ല. എന്താണ് കുറി അല്ല വലിയ പണം അതിന് കുറെ വിറ്റ് കിട്ടാണ്ട് ഏറ്റവും കുറെ കിട്ടാണ്ട് ഞങ്ങൾക്ക് വിറ്റ് ഏറ്റവും ഞങ്ങളെ ചേർന്നത്. ഞങ്ങൾ രണ്ടെണ്ണം പേരില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടാണ്ട് പിന്നെ അടുത്തുള്ള നമ്പുകാരെ പലരും ചേർന്നുണ്ട്. അവർക്കൊക്കെ കൊടുത്ത് ഇത് ചേർത്തിട്ടില്ല. അപ്പൊ എനിക്ക് ആ പണത്തിന് പകുതിയാണെങ്കിൽ ചെയ്യാമല്ലോ. ആണ് അപ്പൊ അത് എടുത്തോളം വാർത്തകളൊക്കെ അങ്ങനെ ആനേന്ദ്ര കൊണ്ടൊന്ന് കെട്ടിട്ട് കെട്ടി അവിടെ ആ പണിക്കേണ്ട ആൾക്കാരെ എന്ത് ചോദിച്ചാൽ ആ ബംഗാളിന്റെ ഉള്ളിലാക്കുന്നത് അതൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അവരെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി ഞങ്ങളെക്കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞത്. പിന്നെ അത് അയക്കാനോ തുറക്കാനോ എന്തെങ്കിലും അല്ലേ ഇത് ആരും പരിഗണന അത് പോകാൻ പറ്റുമോ? അങ്ങനെ ബുദ്ധിയും ചെയ്തെനിക്ക് സുനീതന്റെ ആ ബംഗാളിന്റെ തൊട്ട സെക്രട്ടറി സുനീതനെ വിളിച്ചു. എന്താ വേണ്ട എങ്ങനെയാ വേണ്ട അത് യോഗാന്റെ അപ്പൊ വേറാനെ നേതാവാണ്. അവിടുത്തെ യോഗാന്റെ ആൾക്കാരെ വിളിക്കാമെന്ന് യോഗാന്റെ മുമ്പ് യോഗാൻ ആനയും കൊണ്ടെന്ന് യോഗാന്റെ ആൾക്കാർ വന്നു. അതായത് ഞാൻ ചോദിച്ചു എന്നെ എഴുതിച്ച് അയക്കാൻ പറ്റുമോ ഇതിന്? ഓഹോ എന്നുള്ളത് ഈ പ്രയാസമാണ്. ഈ യോഗാന്റെ മുമ്പിലാണ് നോക്കി. എന്നിട്ട് ഈ ഇയാളെ പോയിട്ട് നേരെ ആണ് ചെന്നിട്ട് പിന്നീ പോയിട്ട് അങ്ങനെയാണ് അയച്ചു. ഇത് നീട്ടി ഓടിയാലായിട്ട് അതാ നടത്താൻ പറഞ്ഞു. അതാകുന്നു അത് വലിയ ദൂരം പോലെ വളരെ പരിചയക്കാരെ ഈ ആന മുമ്പിൽ നിർത്തിയിരുന്നത്. എന്നിട്ട് ആന കൊണ്ടുവന്നാൽ ഈ ഇല്ലെന്ന് ഇങ്ങനെ പോന്നു. അങ്ങനെ കരയെ കൊണ്ട് കുളിപ്പിച്ച് ഇവിടെ കൊണ്ട് കെട്ടി ആദ്യം കെട്ടി കൊമ്പന എടുക്കും. വലിയ കൊമ്പ വലിയ കൊമ്പ ചന്ദ്രശേഖരൻ എന്നുള്ള ആനയാണ്. അതിന്റെ കൊമ്പ് വലിയ കൊമ്പ. പ്രായം എന്നൊരു 10-40 വയസ്സുണ്ടാവും. ശരിയാണ്. അത് പഴയ ആനയായിരുന്നു. അത് കുറെ കാലം കഴിഞ്ഞ് കൈ വെച്ചു ചത്തത് ആ കൊമ്പ് രണ്ടും ഞാൻ ഇരിക്കും. അപ്പൊ ഇത് കുറച്ച് രാഷ്ട്രീയമുണ്ട്. ഞാൻ മാത്രം എന്താ ഇരിക്കാൻ അറിയാമോ എന്റെ അറിഞ്ഞാണ്. അത് പിന്നെ ഈ ആനയും മറ്റേയും കൂടെ അതിനിടയ്ക്ക് എനിക്ക് ചെറിയ കുട്ടികളെ കണ്ടെന്ന് അതിന് മോഹം തോന്നിയിട്ട് അച്ഛനോട് പറഞ്ഞു മേടിച്ചോളൂ പോയി നോക്കും. അപ്പൊ വയനാട്ടിൽ പോയി മേടിക്കണം. അപ്പൊ ആ ഡേറ്റ് പോയി അപ്പനും അറിയാം. വയനാട്ടിൽ പോയി അവിടെ വേറെ ആന കുട്ടികളുണ്ടോ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് 4-5 ഈ പേപ്പറിൽ അങ്ങനെ പോകുമ്പോ ഞാൻ പോകാൻ പാടില്ല. അമ്മ പറഞ്ഞു അത് കുഞ്ഞിനെ എന്ത് പോവുക വയനാട്ടിൽ പോകണ്ട. ആരെങ്കിലും അയച്ചാണേ നിർത്തുള്ളൂ പോകണ്ട. സംശയം എന്താണ് വയനാട്ടിൽ പോയിട്ട് അതിന് മുമ്പ് ഒരു അച്ഛൻ വയനാട്ടിൽ പോയിട്ട് കുറച്ച് ആവശ്യത്തിൽ പനി ഇരിച്ചു വന്നു. മലമ്പലി ഇത് എനിക്ക് നെയ്തി വന്നു. അപ്പോൾ എന്റെ പനി വന്നാലും അത് കഴിച്ചിട്ടാണ് അദ്ദേഹം വേണ്ടാ പറഞ്ഞത്. ഞാൻ പോയിട്ട് അപ്പനാണ് പോയി. അപ്പൻ ഒരുപാടാണ് പോയി. അപ്പൻ ഒരുപാട് പോയി ആ സംപ്രയത്തെ കണ്ട് സമയത്തടുത്ത് ഉപയോഗിച്ച് നേരിടുക. ആ ആന നേരിടാൻ പോകുമെന്ന് പറഞ്ഞപ്പോ ജനക്കും കൂടുതലാവുണ്ട്. അദ്ദേഹം എനിക്കും വേണം എന്നാണ് ഞാനും വരാൻ പറഞ്ഞത്. ഈ അപ്പനും കൂടി പറഞ്ഞ് രണ്ടാമതും ഉപയോഗിച്ച് 4 ആനയും ഇല്ല 2 ലോറിയിൽ അത് ചെറിയ 2 എണ്ണത്തിന് ഒരു ലോറിയിൽ
അങ്ങനെ നമ്മുടെ പഠിക്കുക കൊണ്ട് നമ്മുടെ ആനകളെ പിടിച്ചെടുത്ത് മറ്റേ നേരെ അക്കരെ കൊണ്ട് കൊണ്ടുപോയി അങ്ങനെ 4 ആന ഒന്നിച്ച് മേടിച്ചിട്ടുണ്ട്. അന്ന് 350-400 കാലം വലിയ ഇതിന്റെ തെളിവില്ല. 1 കിലോ പറഞ്ഞിട്ട് വേണം. ഈ നിങ്ങൾ കടന്നു വരുമ്പൊക്കെ പറഞ്ഞിട്ട് വേണം. അത് ഇതൊക്കെയുണ്ടല്ലോ അതിന്റെ പറഞ്ഞിട്ടില്ല. കൺസർവേറ്റർമാരുടെ ആനയെ തന്നതായിട്ടൊക്കെ ഉണ്ട്. ആ കള്ളാസ് കണക്കിലൊന്നും നോക്കുന്നില്ല, പറഞ്ഞിട്ട് ഞാൻ കഴിയുന്നില്ല. അങ്ങനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവിടെ പിന്നെ നമ്മുടെ അവിടെ കാര്യം മുഴുവൻ നോക്കായി. അത് കുറെ കൊല്ലണ്ടായി. ഒക്കെ 2 കെട്ടു. പിന്നെ മനസ്സിലാകാൻ 2 കൊണ്ടില്ല. അതിന്റെ ഒരു എള്ളിന്റെ കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ അത് കെട്ടിയിട്ട് തെങ്ങിന്റെ കൊണ്ട് ഇന്ന് എനിക്കും ഒരാനയുടെ കൊണ്ടുപോകാൻ. അപ്പൊ അതിന് മുമ്പത്തെ ആനയുടെ ഒരാനയുടെ കൊമ്പ് അയച്ചു നോക്കും. അതാണ് ഇന്നീടെ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയാണ് ഇത് 2 കൊമ്പ് ഞാൻ വലിയ കൊമ്പ് നമ്മുടെ ആ തട്ടുമ്പുറത്ത് തട്ടുമ്പുറത്ത് ഇവിടെ അവിടെ മാവയുടെ മുകളിലോ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ തന്നെ. എന്നിട്ട് ഞാൻ വരാത്ത വന്നിട്ട് ഇവിടെ ആനക്കൊമ്പൊക്കെ മേടിച്ച് പരിചയക്കാരില്ല എന്തായെന്ന് പറയാം അന്തികാർക്കാര് അവരോടൊക്കെ ചെന്ന് ചോദിച്ചു. അപ്പൊ അവർ കിട്ടാമോ എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ പണം ഞാൻ തന്നെ തലയൊരു കുറ്റകാരനെയുണ്ട്. മറ്റൊരുള്ള ഈ ആനകളുടെ തന്നെ പുറത്ത് എല്ലാ സ്കൂളിലും അതായത് ഇവിടുന്ന് തെക്കേറ്റുന്ന വടക്കേറ്റുന്നവരുണ്ട്. പിന്നെ ഞങ്ങളുടെ ഉത്സവങ്ങള് അമ്പലങ്ങള് അതിനൊക്കെ കൊണ്ടുപോകുന്നു. അതിന് പോകാൻ കൊണ്ടുപോകും. 2 കൂടി കൊണ്ടുപോകുന്നത് ഒരു ഇങ്ങനെ അടുത്തടുത്തായിട്ടുള്ള ഉത്സവങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതിനും ഇവിടെ ഉണ്ട്. അപ്പന്മാരുടെ കാര്യമോ അന്നൊക്കെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഓർമ്മയുള്ള അപ്പന്മാരെ കുഞ്ഞിട്ടൊക്കെ ആദ്യത്തെ പറയാം. പിന്നെ കുഞ്ഞിനെ നേരെ മുത്തച്ഛൻ്റെ അന്യന്മാരാണോ? നേരത്തെ 2 മക്കളെ ഒന്ന് പറഞ്ഞു പറഞ്ഞത്. ഒന്ന് മുത്തച്ഛൻ 2 വിളിച്ചിട്ടുണ്ട്. ഒന്ന് തരാങ്ങാത്തൊന്നൊക്കെ പറയുന്നു. ആ തരാങ്ങാത്തൊന്ന് ആദ്യം വിളിച്ചത് അവിടുത്തെ ആണ് അച്ഛനും കുഞ്ഞിനച്ഛനും. പിന്നെ മറഞ്ചൂരിന്റെ അമ്മ തരാങ്ങാത്ത വകയിലുള്ളതാണ്. മറ്റേ വകയിലാണ് തലയത്തെ അദ്ദേഹം മറ്റവർക്ക് തനയിലിരിക്കും മരുമക്കളെ നോക്കിയാൽ വലിയ കാര്യ. എന്ത് വിജയിച്ചു പറഞ്ഞാൽ എല്ലാവർക്കും ജോലി അത്രയില്ല. അല്ല പിഞ്ചോനത്തിനാണോ വല്ലാത്ത ആരും ഉപയോഗിക്കണ്ട. കുതിരത്തെ മാത്രം കുതിരത്തൊട്ടാണ് കുഞ്ഞിനെ അന്തരാത്ത എക്കണത്തം ഒക്കെയാണ് പിഞ്ചോനത്തിനാണ് വലിയ പരിഷ്കാരി, വലിയ ചെലവും വലിയ ജാതിയൊക്കെ നടത്തുള്ളൂ. ആ സാഹിത്യന്റെ ജാതിയിലാണ് കുതിരപ്പുറത്തൊക്കെ കുതിര തട്ടിയിട്ടിട്ട് മേലെ കുതിര മാത്രം വന്നു. ജനെ കാണാതെ കുതിരൊക്കെ ഓടിപ്പോയി മുതലിട്ട് വീണു. അഭിമാനത്തോട് പറഞ്ഞു ഞാൻ എനിക്കത് പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സർക്കാരാണ് അതിന് പ്രധാനം. തോട്ടും തലപ്പാവും അങ്ങനെയൊക്കെ ആ പഴയ രീതിയിലുണ്ടല്ലോ. ഈ രാജാവിന്റെ മനസ്സിലാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം അകത്ത് കഴിഞ്ഞിട്ട് അതിന് ഒരു കാരണം പറയാതെ അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ മുത്തപ്പൻ ഒരാളാണ് നമ്മുടെ കാർന്നവര് കടലാട്ട് കാർന്നവര്. ഇദ്ദേഹം വലിയ ഇതാണ് ഇതിന്റെ ഈ പരിഷ്കാരം. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ കൊടുക്കും? അദ്ദേഹം മുത്തപ്പനും കൊടുക്കും. കാർന്നവരാണ്. അപ്പൊ അദ്ദേഹം ജീവന്റെ കൊടുക്കുന്നത്. ഇങ്ങനെ കൈമാറുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ മുത്തപ്പന് മരിച്ചു. ഇതത്രയായി കാർന്നവര്. അന്നത്തെ കാരണന്മാർക്കാ പറയാ അദ്ദേഹം. മറ്റൊരുക്കൊന്നും ചോദിക്കാതെ വേറെയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മുത്തപ്പന്റെ ബംഗ്ലാവിലാണ് ഈ ഇല്ലെന്നുള്ള സർവ പണ്ടങ്ങളിൽ ചേർന്നത്. ഇല്ലത്തെ പണ്ടങ്ങൾ എഴുതിയിട്ടുകളൊക്കെ അത് പറഞ്ഞു.
മുത്തച്ഛന്റെ കസ്റ്റഡിയിലാണ്. അപ്പൊ അത് മോചനങ്ങള്, ബന്ധങ്ങള്, ആദ്യമായുള്ള ബന്ധങ്ങള്, അങ്ങനെയൊക്കെ പഴയതായിട്ട് കല്ലുകൾ ലോകം കല്ലുകളുണ്ടായിരുന്നു. ഇതൊക്കെ അതൊക്കെയാണ് അവിടെ മുത്തച്ഛന്റെ ഏറ്റവും സ്നേഹിച്ച താല്പര്യം കുട്ടിയെ പോലെയാണ് ഈ ഇന്ത്യയിലൊക്കെ. അതാണ് ഈ യൂണിഫോംസ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ പലരുമായി വിജയനാണ് അവിടെ ചെന്നപ്പോൾ ആ മുറിയില് അതേ അതൊരു ലോകനാഥൻ എന്നൊരാള് ഒരു പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് അദ്ദേഹം മുത്തച്ഛന്റെ ആവശ്യങ്ങൾക്ക് നിവർത്തിച്ച് വരുന്നയാളാണ്. ഈ ഇന്ത്യയിലൊക്കെയും ജോലിയിരിക്കുന്നത് ആ കൈച്ചട്ടിയില് ഒരു കൈച്ചട്ടിയുണ്ട്. അതിൽ ആ ഒരു ചെട്ടിയിൽ നടച്ച് എല്ലാ ബന്ധങ്ങളും അതിൽ വെച്ചു. ഇതിനെ സാധാരണയായിട്ട് നമ്മൾ മരണത്തിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ 18 വ്യക്തിക്കാണ് മരണത്തിന് വരുമ്പോൾ കൊണ്ടുവന്നപ്പോ ഇവരെന്ത് ചെയ്യുന്നു, അത് വിട്ട് ഇത് പട്ടയുടെ കൈ കൊടുക്കും വിറ്റോന്നിട്ട്. അതിനെന്തോ വിദ്യം ഇയാള് കുറെ കൊടുക്കാമെന്ന് പറഞ്ഞ എന്താ കരാറൊന്നും അറിയില്ല. കൊടുത്തു. അത് പിന്നെ കത്ത് അവിടെ ഇല്ല, കത്ത് കാണുന്നത് പിന്നെ അച്ഛനെല്ലാം ചോമ്പലം വിചാരിച്ചു. അവിടെ മൈസൂർ കഴിഞ്ഞ് പിന്നെ നീട്ടി അതൊക്കെ തുറന്നു നോക്കിയപ്പോ കണ്ടങ്ങൾ കാണില്ല. അപ്പോഴത്തെ എവിടെ ചെയ്താണ് തപ്പായിരിക്കുന്നത്. അങ്ങനെ പിന്നെ അന്വേഷണം തന്നെ ഓരോരുത്തരായിട്ട് അന്വേഷിച്ച് വന്നപ്പോ ഇത് ഇട്ട് കൊടുക്കാമെന്നൊരു സംസാരമാണ്. അപ്പൊ നല്ല ഇഷ്ടമുണ്ട്. അദ്ദേഹം അവരോട് ഇത് തിരിച്ചു. അച്ഛനെ ഈ ധൈര്യം അതിന് കളിച്ചില്ല. അതായത് അത് കൂട്ടി അപ്പൊ തന്നെ പോയി എറണാകുളത്ത് പോയിട്ട് കേസ് കൊടുക്കുന്നു. ഇന്ത്യത്തിന്റെ പേരില് കളവ് ഈ പത്രത്തിന്റെ പേരില് ക്രിമിനൽ കേസ്. എന്നിട്ട് അയാളെ പത്രത്തിരിച്ച് അറസ്റ്റ് ചെയ്തു. അപ്പോ പറഞ്ഞു എനിക്ക് അങ്ങനെ തിരിച്ചല്ല, ഞാൻ മോഹിച്ചല്ല തിരിച്ചു വന്നത്. അതാണ് ആ മൊഴിയാൻ തെറ്റിച്ച്. അപ്പൊ ചെയ്യുന്ന അറസ്റ്റ് ചെയ്യാൻ്റെ നോക്കിയത്. അപ്പോ തനേന്ത്യയിൽ ഉണ്ടോ ചോദിച്ചാൽ വിജയനുണ്ട്. തനേന്ത്യക്ക് കൊടുത്തു. തനേ കൊണ്ടുപോകാൻ അറസ്റ്റ് ചെയ്യാനില്ല. ഉത്തരാങ്കുറ ചേച്ചിമാരി അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരിക്കൽ ചേരല്ല. പിന്നെ അവിടെ കുറെ കാലം അദ്ദേഹം താമസിച്ചു. ഈ കേസൊക്കെ കഴിയുന്നുണ്ട്. ആവശ്യമില്ലാത്ത വെച്ചിട്ട് അതിന് കുറെ സാധനം കിട്ടി ഈ പച്ചക്കറിയില്ല. അമ്മയോട് കുറെ പണ്ടുണ്ടാക്കിയതൊക്കെ ഉണ്ടായിട്ട് അല്ലാതെ വിലപിച്ചൊന്നും കിട്ടിയില്ല. വിലപിച്ച് കല്ലുകളൊന്നും കിട്ടിയില്ല. ഇപ്പൊ പോയി പഴയ വിലപിച്ച് കല്ലെന്ന് പറഞ്ഞാൽ നല്ല വിലകളാണ്. അല്ല അമ്മയോട് ഒരു 2 കമ്മല് ഇവിടുന്ന് വൈകും മേടിച്ചതാണ് അല്ല എടുത്താണെന്ന് പറഞ്ഞിട്ടൊക്കെ സമ്മതിച്ചിട്ട് അത് മാത്രം കൊണ്ട് മേടിച്ച് കുറച്ചൊക്കെ മോചനങ്ങൾ കിട്ടി കഴിഞ്ഞു. മറ്റൊക്കെ പോയി ഈ കുഞ്ചാനത്തിനുള്ള ആളെ ഈ അവിടെ പോയി തനയിൽ താമസപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പ്രോഗ്രാം അങ്ങനെയാണ്. ഈ പരിഷ്കാരമില്ല, ഒന്നുമില്ല, നാമം ജപിച്ചു അങ്ങനെയാണ്. പ്രകാരം അതിന് വിചാരിച്ചും വ്യക്തിയില്ലാത്ത ആളാട്ടോ. ഈ തിരുത്തി തലവാഴ്ചക്ക് തിരിച്ചൊക്കെ അന്നത്തെ അത് വലിയാണ്. മറുപടിയൊക്കെ പറയണ്ട. കുഞ്ഞമാവൻ എന്ന് പറയാ അമ്മാവൻ മറുപടിയൊക്കെ മറുപടിയിലാണ്. മറുപടിയുടെ ചില ശക്തി ഇത്രയില്ല, അവിടെ ഇല്ല. അത് അങ്ങനെ ഒരാള് പിന്നെ ആ സ്വഭാവമേ ഉണ്ട്. അതിന് എന്താ പറയണ്ടത്, ജലവികാസം പറഞ്ഞ ഈ വികാസത്തിന്റെ അങ്ങനത്തെ പിന്നെ ആണെങ്കിലും ഏതായിട്ട് കൂടി പിന്നെ പുറത്തേ പോയില്ല. അങ്ങനെ പാലക്കാട്ടേക്ക് പോകാൻ കഴിയും. അടുത്തും ഇത്രയേ ഉള്ളൂ. അതിൽ മക്കളൊക്കെ ഇങ്ങനെ കൊണ്ട് കഴിഞ്ഞാൽ കണ്ടാ പല സമാധാനം അങ്കലാത്തല്ല. കുഞ്ഞനഭൻ എന്ന ആളെ കുതിരവട്ട കുതിരവട്ടത്തെ അവിടെ മരിയില്ലായിരുന്നു. അതിലൊരു മകൾ മാത്രം വേണ്ട. ഭാര്യയൊക്കെ കൊണ്ടുവന്ന് താമസിക്കുന്നിട്ടാണ് ആ ബംഗ്ലാവ് വന്നത്. അവിടെയൊക്കെ മരിച്ചു. 102 202 മരിച്ചു. ആ ബംഗ്ലാവാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനല്ലേ പിന്നെ ഇതിന്റെ കിട്ടാനുള്ള കാരണം പറഞ്ഞു ഒരിച്ചാളുണ്ട്. അതാണ് ഞാൻ എനിക്ക് ആളെ ബംഗ്ലാവ് കിട്ടാൻ. അദ്ദേഹത്തെ ഭാര്യയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു കാര്യത്തില്ല.
കുതിരവട്ടം പിന്നെ ഒന്നുകൂടി പറയുന്നതിന് നേരെ അല്ലല്ല കുതിരവട്ടം നിന്ന് ആളെ കൂട്ടുന്നതിന് നേരെ ഉണ്ടെന്ന് പേര് അതില്ലേ പറയാം അതൊന്നും തോന്നില്ല പ്രധാനം കൊണ്ടാന്ന് പറഞ്ഞ വലിയ ആളാണ് മലബാറിലേക്ക് വലിയ ആളുകളെ പെട്ട ആളാരാളാണ് ആരോ ഒരാളെ അവിടെ വേലി കഴിഞ്ഞ് വന്നിട്ട് നെന്മണിയിലാണോ അത് കുടിയേറ്റ് അങ്ങനെ ഒരു വലിയ കുടിയേറ്റായിട്ട് ചരിത്രമില്ല എനിക്കറിയില്ല ഒന്നും അറിയാം നമ്മുടെ വൈകിട്ട് അമ്മിക്കാട്ടിന് എഴുതിക്കാറാകുമ്പോ അദ്ദേഹത്തിന് അമ്മിക്കാട്ട് പോയി എഴുതിക്കാൻ പിന്നെ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ രത്നമാണ് വല്യച്ഛൻ. അപ്പോ ഞാൻ എഴുതിക്കാൻ നോക്കിയില്ല എന്നൊക്കെ ഇവിടെ അച്ഛൻ്റെ അനീതി അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് അപ്പൊ അത് കഴിയുന്നത് ഇങ്ങോട്ട് കഴിക്കണ്ടേ എഴുതിക്കാൻ ആവില്ല. അപ്പോൾ എഴുതിക്കാൻ കമ്മ്യൂണിറ്റി തോന്നിട്ടുണ്ട്. എന്നിട്ട് കൊണ്ടെന്ന് വെച്ച് അവിടെ സ്ത്രീയൊക്കെ പോയിട്ട് അവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇത് കുടിയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് വല്യച്ഛൻ്റെ അത് ഈ അനീതിയുടെ അനീതിയാണ് നമ്മുടെ അച്ഛൻ്റെ അനീതിയാണ് എഴുതിയിട്ടുള്ളത്. മുത്തച്ഛനെ പറ്റിയിട്ടല്ല മരണം അറിയാം. 93 വയസ്സില് അത് എത്ര 93 വയസ്സിലേക്കല്ലേ? മുത്തച്ഛനാണെന്ന് എന്റെ മുത്തച്ഛനല്ല. അല്ല എന്റെ 93 വയസ്സായി. അത് കാണിക്കീര ഇതാണ് മകളെ ഏട്ടനമ്മ മരിച്ചതിന്റെ ശേഷമാണ് അമ്മ മരിച്ചത്. അതിൽ വീടിയാണ് ഏട്ടനമ്മ എന്നാൽ അമ്മയുടെ വ്യക്തിയാണ് നേരെ എത്തുന്നു ഈ കുരൂരുണ്ട് കഴിയുന്ന വേദത്തിന്റെ കാരണം ഏട്ടന് 20 കുരൂരം നടന്നിട്ടാണ്. അപ്പൊ അതാണ് അതിലൊന്നും ബന്ധം പ്രധാനമായത്. അതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരികയും പല നല്ല കാര്യമാണ് ഈ കുരൂരും ചെല്ലാൻ അതുള്ളത് പല ഇടയ്ക്കിടയ്ക്ക് അത് കാര്യം ഒരു വരികയാണ്. അതിപ്പോ 28